നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പെരിയയിൽ മിനി എയർ സ്ട്രിപ്പ് പദ്ധതിക്ക് ചിറകുമുളയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്ഥലമേറ്റെടുത്ത ചെറുവിമാനത്താവള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെയാണ് ജീവൻ വെച്ചത്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ കരുണയുടെ കരങ്ങൾ തേടുന്നു. ഉപ്പള കൈക്കമ്പയിലെ അബ്ദുൽ ഖാദറാണ് വൃക്കകൾ തകരാറിലായി തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ പൂരോത്സവങ്ങൾക്ക് സമാപനമായി. ആക്ഷേപഹാസ്യത്തിന്റെ കൂരമ്പുമായി നീലേശ്വരം ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിൽ പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തി. കാരുണ്യത്തിന്റെ പ്രതീകമായ സായിറാം ഭട്ടിനുള്ള ജന്മനാടിന്റെ ആദരവും എബി കുട്ട്യാനം എഴുതിയ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. മന്ത്രി E ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ ജലനിധി പദ്ധതി സക്രിയമാവുന്നു. കീഴ്മലയിലെ ശുദ്ധജല വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് A ബിദുബാല നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഗാഗുൽത്ത മലയിലേക്ക് കുരിശുമായി പീഡനങ്ങൾ സഹിച്ച് യേശു നടത്തിയ യാത്രയുടെയും അതിനുശേഷമുള്ള കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കിയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയാണ് പാവങ്ങളുടെ സംരക്ഷകനായ യേശുക്രിസ്തു ലോകരുടെ പാപങ്ങൾ തീർക്കുവാനായി കുരിശുമരണം വരിച്ചത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ഈ ദിനമാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനമായി കണക്കാക്കുന്നത്. ഗാഗുൽത്ത മലയുടെ മുകളിൽ എത്തും വരെ യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളും യാതനകളും ക്രിസ്തുവിൻ്റെ സഹനശക്തിയുടെ പര്യായങ്ങളാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു അനുയായികളോട് അരുളി ചെയ്ത കാര്യങ്ങൾ മനുഷ്യജീവിതത്തിലെ സഹനശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായാണ് കണക്കാക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ജില്ലയിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും നടന്നു. പീഡനാനുഭവ വായന, കുർബാന സ്വീകരണം, കുരിശിൻ്റെ വഴി, പരിഹാര പ്രദക്ഷിണം എന്നിവയാണ് പള്ളികളിൽ നടന്നത്. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കുരിശുമല കയറ്റവും നടന്നു. പെരിയയിൽ മിനി എയർ സ്ട്രിപ്പ് പദ്ധതിക്ക് ചിറകുമുളയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്ഥലമേറ്റെടുത്ത ചെറുവിമാനത്താവള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെയാണ് ജീവൻ വെച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കെ 2011 പെരിയ കനിക്കുണ്ടിലെ 80 ഏക്കർ സ്ഥലം ചെറുവിമാനത്താവള പദ്ധതിക്കായി ഏറ്റെടുത്തത്. 75 സീറ്റുകളുള്ള എയർക്രാഫ്റ്റുകളെയാണ് പദ്ധതിയുടെ ഭാഗമാക്കുക. ബേക്കൽ ടൂറിസം മുന്നിൽ കണ്ടായിരുന്നു സർക്കാർ പെരിയയിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. കാലങ്ങളായി യാഥാർത്ഥ്യമാകാത്ത പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 30 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിനായി പ്രത്യേക കമ്പനി രൂപീകരിക്കാനും തീരുമാനമായി. അപ്പോൾ ഞങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചത് ടൂറിസം മാത്രമല്ല, കാസർഗോഡ് ജില്ലക്കകത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും വലിയ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണ് പെരിയയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ആ സ്ഥാപനത്തിലേക്ക് വരുന്ന അനേകം ഫാക്കൽറ്റികൾ, വിദ്യാർത്ഥികൾ തൊട്ടടുത്ത് പെരിയയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി തുടങ്ങുന്നു. സായി ട്രസ്റ്റിൻ്റെ വക സർക്കാർ അനുവദിച്ച് കമ്പനി രൂപീകരിക്കാൻ അനുമതി തന്നാൽ തീർച്ചയായും ഈ 26 ഏക്കർക്കപ്പുറത്ത് മറ്റ് സ്വകാര്യ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ ആരും താമസക്കാരില്ല, കൃഷിക്ക് പറ്റിയ സ്ഥലമല്ല, ശരിയായ പാറയാണ്. അത് എളുപ്പത്തിൽ അക്വിസിഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു 75 ഏക്കർ സ്ഥലത്ത് ഒരു 30 കോടി രൂപ അടങ്കൽ ചെലവ് വരുന്ന ഒരു ചെറുകിട വിമാനത്താവളം എന്ന പദ്ധതിക്ക് നമുക്ക് പൂർത്തീകരണം കൊടുക്കാൻ സാധിക്കും. ചെറുകിട വിമാനത്താവളങ്ങൾ ആവശ്യമാണെന്ന കേന്ദ്ര സർക്കാർ നയം ഇതിന് ഗുണകരമാകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നു.
പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കരുത്തേകും. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ കരുണയുടെ കരങ്ങൾ തേടുന്നു. ഉപ്പള കൈക്കമ്പയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൽ ഖാദറാണ് ഇരുവൃക്കകളും തകരാറിലായി തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഭാര്യയും 2 മക്കളും രോഗിയായ മാതാവും അടങ്ങുന്ന ഖാദറിന്റെ കുടുംബം ചികിത്സയ്ക്കും വീട്ടുചിലവിനും ഏറെ പ്രയാസപ്പെടുകയാണ്. 5 വർഷത്തോളം മസ്കറ്റിൽ കുക്കായി ജോലി ചെയ്തിരുന്ന ഖാദർ കൊളസ്ട്രോൾ മൂലം ചികിത്സയ്ക്കായി നാട്ടിലെത്തുകയും ചികിത്സ തുടരുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം വേറൊരു കമ്പനിയുടെ മരുന്ന് കഴിച്ചതോടെയാണ് ഇയാളുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചത്. അസുഖം മൂർച്ഛിച്ചതോടെ ഡയാലിസിസ് ചെയ്തു വരുന്നതിനിടയിൽ മറ്റേ വൃക്കയും തകരാറിലായി. ഇതോടെ ജോലിക്ക് പോകാൻ സാധിക്കാതെ വരികയും കുടുംബം പട്ടിണിയിലാവുകയും ചെയ്തു. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ഇപ്പോൾ നടത്തേണ്ടത്. ഒരു തവണത്തേക്ക് 2000 രൂപയാണ് ചിലവ് വരുന്നത്. മാസത്തിൽ 500,000 രൂപ ഡയാലിസിസിന് മാത്രം ചിലവാകുന്നുണ്ട്. ചില ഉദാരമതികൾ നൽകുന്ന തുക കൊണ്ടാണ് ഇദ്ദേഹം ചികിത്സ നടത്തി വരുന്നത്. രോഗത്തിന് ശാശ്വത പരിഹാരമായി ഒരു വൃക്കയെങ്കിലും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് പക്ഷേ ദിവസം കഴിച്ചുകൂട്ടാൻ സാധിക്കാത്ത ഇദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. ഇതിനായി ഉദാരമതികളുടെ കനിവും കാത്തിരിക്കുകയാണ് അബ്ദുൽ ഖാദറും കുടുംബവും. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അബ്ദുൽ ഖാദറിന്റെ പേരിൽ ഉപ്പളയിലെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം എത്തിക്കുകയോ ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ദിനംപ്രതിയുള്ള വിലവർദ്ധനവ്, വർഷം തോറും ഉയരുന്ന ഇൻഷുറൻസ് പോളിസി, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 3 വർഷത്തിലധികമായി ചാർജ് വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ലെന്നും മാറിമറിയുന്ന ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും പറയാറുണ്ട്, നമ്മളുടെ സംഘടന എന്ന് പറയുന്നത് 0-ൽ നിന്നും ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ്. മറ്റു തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ആരംഭിക്കുമ്പോൾ ആ സംഘടനകളുടെ യൂണിറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതൊക്കെ ഒന്നായി ചേർന്നുകൊണ്ടാണ് ഭാരതത്തിലെ തൊഴിലാളി രംഗത്തെ തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി അവിടെ തുടക്കം കുറിച്ചത്. BMS ജില്ലാ ജനറൽ സെക്രട്ടറി KA ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദൻ മടിക്കൈ, BMS ജില്ലാ ട്രഷറർ അനിൽ B നായർ, വിശ്വനാഥ് ഷെട്ടി, ഭരതൻ കല്യാൺ റോഡ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. അനിൽ B നായരെ പ്രസിഡന്റായും സെക്രട്ടറിയായി KV ബാബുവിനെയും വിശ്വനാഥ് ഷെട്ടിയെ ട്രഷററായും ഭരതൻ കല്യാൺ റോഡിനെ വൈസ് പ്രസിഡന്റായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ആക്ഷേപഹാസ്യത്തിന്റെ തെരുവ് കാഴ്ചകളുമായി നീലേശ്വരത്ത് ശാലിയ പൊറാട്ട്. പൂരോത്സവത്തിന്റെ ഭാഗമായാണ് അഞ്ഞൂറ്റമ്പലം വീരർകാവിൽ പൊറാട്ട് വേഷങ്ങൾ എഴുന്നള്ളിയത്. ആചാരവേഷങ്ങൾക്കൊപ്പം സമകാലീന സംഭവങ്ങൾ വിഷയമാക്കിയുള്ള വേഷങ്ങളും തെരുവിലിറങ്ങി. പൂരോത്സവ നാളുകളിൽ ഇതര സാമുദായിക ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും അരങ്ങിലെത്തുമ്പോഴാണ് നീലേശ്വരം മഞ്ഞൂറ്റമ്പലം വീരർക്കാവ് അടക്കമുള്ള ശാലിയ തെരുവുകളിൽ ശാലിയ പൊറാട്ട് എന്ന അനുഷ്ഠാനകല ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. നീലേശ്വരം തെരുവിൽ മകംനാളിലാണ് ശാലിയ പൊറാട്ട് നടന്നത്. അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ നിന്ന് ആരംഭിച്ച വേഷങ്ങൾ തളിയിൽ ക്ഷേത്രത്തിലെത്തി തൊഴുതു തിരിച്ചെത്തിയ ശേഷം അഞ്ഞൂറ്റമ്പലത്തിന് സമീപമുള്ള വേദിയിൽ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചു. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി നാടുഭരിച്ചിരുന്ന ഇളംകുറ്റി സ്വരൂപവും അള്ളട സ്വരൂപവും തമ്മിൽ നടന്ന യുദ്ധകഥകൾ അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലെ പ്രധാന ആരാധനാമൂർത്തികളായ മൂവാളംകുഴി ചാമുണ്ടിയും ചൂളിയാർ ഭഗവതിയും പരിചവട്ടത്തിൽ കാണിച്ചു കൊടുക്കുന്നതിൽ നിന്നാണ് ശാലിയ പൊറാട്ട് ഉത്ഭവിച്ചത് എന്നാണ് ഐതിഹ്യം. ആചാരവേഷങ്ങൾക്ക് പുറമെ കാണികളെ ചിരിപ്പിക്കുന്നതും സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയതുമായ നിരവധി വേഷങ്ങൾ തെരുവിലൂടെ കടന്നുപോവുകയും വേദിയിൽ കലാപ്രകടനം നടത്തുകയും ചെയ്തു. മകൻ P. മുരളി, സംഗീത ടെക്സസ് നീലേശ്വരം. തേർഡ് സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് K. കുമാരൻ മാസ്റ്ററുടെ സ്മരണയ്ക്ക് കാരുണ്യത്തിന്റെ പ്രതീകമായ സായിറാം ഭട്ടിനുള്ള ജന്മനാടിന്റെ ആദരവും എബി കുട്യാനം എഴുതിയ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. മന്ത്രി E. ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു.
പെർഡാല GUP സ്കൂളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. UAE എക്സ്ചേഞ്ച് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ വൈ സുധീർ കുമാർ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. സായിറാം ഭട്ടിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി എബി കുട്ട്യാനം രചിച്ച വീട് പറഞ്ഞ കഥ എന്ന പുസ്തകം പി. അബ്ദുസമദ് സമദാനി പ്രകാശനം ചെയ്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് പുസ്തകത്തെ പരിചയപ്പെടുത്തി. റവറന്റ് ഫാദർ രാജു ഫിലിപ്പ്, പി. കരുണാകരൻ MP, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, പുത്തൂർ MLA ശകുന്തള ഷെട്ടി, മുൻ മന്ത്രിമാരായ ചെർക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് എന്നിവർ സംസാരിച്ചു. കാസർഗോട്ടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവും ജീവകാരുണ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ എബി കുട്ട്യാനം KCN ചാനലിലെ മുൻ ന്യൂസ് എഡിറ്ററായിരുന്നു. നേരത്തെ നിരവധി പുസ്തകങ്ങൾ എബി കുട്ട്യാനം രചിച്ചിട്ടുണ്ട്. സായിറാം ഭട്ടിനെ കുറിച്ചെഴുതിയ ഈ പുസ്തകം മലയാള സാഹിത്യത്തിന് മികച്ച മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ ജലനിധി പദ്ധതി സക്രിയമാവുന്നു. കീഴ്മലയിലെ ശുദ്ധജല വിതരണ പദ്ധതിയും പൂർത്തിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് A. വിധുബാല ഉദ്ഘാടനം ചെയ്തു. ജലനിധി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ കീഴ്മാല ശുദ്ധജല വിതരണ പദ്ധതി കിനാനൂർ കരിന്തള പഞ്ചായത്ത് പ്രസിഡന്റ് A. വിധുബാല ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒഴിച്ചാൽ ബാക്കി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ നമ്മൾക്ക് കഴിയുമായിരുന്നു. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. കീഴ്മാല പദ്ധതി സ്രോതസ് പരിസരത്ത് കീഴ്മാല ശുദ്ധജല വിതരണ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ സമിതി പ്രസിഡന്റ് CB ഷീന അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. ലക്ഷ്മണനിൽ നിന്നും ശുദ്ധജല വിതരണ സമിതി ട്രഷറർ A. ചന്ദ്രമതി താക്കോൽ സ്വീകരിച്ചു. ജൂനിയർ എഞ്ചിനീയർ പ്രിയങ്ക കൺസ്യൂമർ കാർഡ് വിതരണം ചെയ്തു. VK നാരായണൻ നായർ കാർഡ് സ്വീകരിച്ചു. P. സുകുമാരി, P. വിനീത്, KV പവിത്രൻ, NT ശ്യാമള എന്നിവർ സംസാരിച്ചു. കുറ്റിക്കോൾ നെരൂദ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 1 മുതൽ 7 വരെ കുറ്റിക്കോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനത്ത് നെരൂദ സോക്കർ ഫ്ലഡ് ലൈറ്റ് കളക്ഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഏപ്രിൽ 1 ആരംഭിക്കുന്ന ടൂർണമെന്റ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. കുറ്റിക്കോൾ നെരൂദ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏപ്രിൽ 1 മുതൽ 7 വരെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനത്ത് നെരൂദ സോക്കർ 2018 എന്ന പേരിൽ ഫ്ലഡ് ലൈറ്റ് കളക്ഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നൈജീരിയ, ഘാന, സുഡാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെയും മണിപ്പൂർ മുതലായ സംസ്ഥാനങ്ങളിലെയും താരങ്ങളും കേരളത്തിന്റെ സന്തോഷ് ട്രോഫി താരങ്ങളും അണിനിരക്കും. ഏപ്രിൽ 1 ആരംഭിക്കുന്ന ടൂർണമെന്റ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 7 സമാപിക്കുന്ന ടൂർണമെന്റിലെ വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി ഇ. ചന്ദ്രശേഖരൻ നിർവഹിക്കും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ കുറ്റിക്കോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി PJ ടൂർണമെൻറ്റിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സമാപന സമ്മേളനം ഏപ്രിൽ 7 സമ്മേളനത്തിൽ വെച്ചിട്ട് റവന്യൂ മന്ത്രി ഇ. ചന്ദ്രശേഖരൻ അവർകളാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സംഘാടക സമിതി ചെയർമാനും കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ P. ഗോപിനാഥൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ G. സുരേഷ് ബാബു, K. കുഞ്ഞിരാമൻ, രാജു ചാടകം എന്നിവർ സംബന്ധിച്ചു. GHSS ഷിറിയ സ്കൂൾ വാർഷികവും ഹൈസ്കൂൾ വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പ്രതിഭകളെ അനുമോദിക്കൽ തുടങ്ങിയ പരിപാടികളും അന്ന് നടക്കും. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പരിപാടികൾക്ക് തുടക്കമാകും. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിക്കും. മുട്ടം കുഞ്ഞിക്കോയ തങ്ങൾ, അബ്ബാസ് ഓണന്ത, ഫരീദ സഗീർ, ഷാനവാസ് പാദൂർ, ഷാഹുൽ ഹമീദ് ബന്ദിയോട് തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷിറിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷവും പുതിയ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മാർച്ച് 31 ശനിയാഴ്ച വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പ്രീ പ്രൈമറി കുട്ടികളെ അനുമോദിക്കലും സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. കഴിഞ്ഞ 93 വർഷക്കാലം ഷിറിയ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് ഓണന്ത, വൈസ് ചെയർമാൻ ഇബ്രാഹിം കോട്ട, കൺവീനർ T. കൃഷ്ണൻ,
ഡി ബഷീർ, ഹുസൈൻ സാദത്ത്, റൈഷാദ് ഉപ്പള, ഹനീഫ ഓണന്ത, യൂസുഫ് തറവാട്, കെ വി രത്നാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. DHRM സ്ഥാപകൻ തത്തു അണ്ണന്റെ 50-ാം വാർഷികാഘോഷവും സംഘടനയുടെ 10-ാം വാർഷിക ദിനാഘോഷ സമാപനവും തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കും. ഇതിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സമ്മേളനങ്ങൾ നടത്തുമെന്ന് DHRM ഭാരവാഹികൾ കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1-ാം തീയതി കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് ബിന്ദു ഓഡിറ്റോറിയത്തിൽ നടക്കും. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. DRHM ജില്ലാ പ്രോഗ്രാം കൺവീനർ ദീപു മയ്യനാട് അധ്യക്ഷത വഹിക്കും. IUML ജില്ലാ സെക്രട്ടറി MC കമറുദ്ദീൻ ചടങ്ങിൽ സംബന്ധിക്കും. സാംസ്കാരിക കേരളത്തിലെ ജാതി മനോഭാവം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടനയുടെ ചെയർപേഴ്സൺ സെലീന പ്രക്കാനം വിഷയാവതരണം നടത്തും. DRHM ചെയർപേഴ്സൺ സെലീന പ്രക്കാനം, വൈസ് ചെയർമാൻ അജയൻ പുളിമാത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രവീൺ കലൈക്കോട്, ജില്ലാ ഓർഗനൈസർ ജയൻ കാസർഗോഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ സഹകരണ ബാങ്കുകൾ വഴി കാർഷിക വായ്പ എടുത്തവർക്ക് റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് സാമ്പത്തിക ഇടപാടുകൾ കറൻസി രഹിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ജില്ലാതല ക്രെഡിറ്റ് കാർഡ് വിതരണം തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. സഹകരണ ബാങ്കുകൾ മുഖേന കർഷകരുടെ ഹ്രസ്വകാല കാർഷിക ആവശ്യങ്ങൾക്കുള്ള വായ്പ കിസാൻ ക്രെഡിറ്റ് വായ്പാ പദ്ധതി പ്രകാരം 0% പലിശ നിരക്കിൽ അംഗങ്ങൾക്ക് ലഭ്യമാക്കുകയാണ്. ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി സാമ്പത്തിക ഇടപാടുകൾ കറൻസി രഹിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കർഷകർക്ക് ATM വഴി പണം പിൻവലിക്കാനുള്ള സംവിധാനവും ലഭ്യമാക്കുന്നു. ജില്ലയിലെ സഹകരണ ബാങ്കുകൾ വഴി കാർഷിക വായ്പ എടുക്കുന്നവർക്ക് പദ്ധതിയുടെ ഭാഗമായി റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി റഹീം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഈ 63 പ്രൈമറി സംഘങ്ങൾ 2017-18 എന്ന് പറഞ്ഞ ഈ സാമ്പത്തിക വർഷം ജില്ലാ സഹകരണ ബാങ്കിന്റെ KCC ക്രെഡിറ്റ് ലിമിറ്റ് അപേക്ഷ കൊടുത്ത് പാസ്സാക്കിയെടുത്തത് പാസ്സാക്കിയെടുക്കുന്ന പണിയെടുത്ത് 19 ബാങ്കുകൾ ഒരു നയ പൈസ ക്രെഡിറ്റ് ലിമിറ്റ് പാസ്സാക്കി. ബാങ്ക് പ്രസിഡന്റ് പി കമലാക്ഷൻ അധ്യക്ഷനായി. നബാർഡ് AGM ജ്യോതിഷ് ജഗന്നാഥ് റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ പ്രഖ്യാപിച്ചു. MV കോമൻ നമ്പ്യാർ, KP വത്സലൻ, CS രമണൻ, A അനിൽകുമാർ, KV സുധാകരൻ, VK അഹമ്മദ് കുഞ്ഞി, ഭരതൻ പോർക്കുളം എന്നിവർ സംസാരിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K മുരളീധരൻ സ്വാഗതവും ഹോസ്ദുർഗ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക ALP സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക ALP സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതരംഗങ്ങളിലെ പ്രവർത്തകരുടെ ഒക്കെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാപനം ഇന്ന് വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് സ്ഥാപനത്തിൽ തന്നെ ഈ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ റൂം അടക്കമുള്ള സ്ഥാപനങ്ങളും അതേപോലെ സ്മാർട്ട് റൂം അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയവും അതോടൊപ്പം ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. മാനേജിംഗ് പ്രസിഡന്റ് M ഇബ്രാഹിം അധ്യക്ഷനായി. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്ദുർഗ് AEO PV ജയരാജ് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. K ഇബ്രാഹിം, P രാജീവൻ, CK അഷ്റഫ്, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് രാജ്മോഹൻ, MA ലത്തീഫ്, KT അബ്ദുള്ള ഫൈസി, അഡ്വക്കേറ്റ് NA ഖാലിദ്, മഹ്മൂദ് മുറിയനാവി, രാമചന്ദ്രൻ മുറിയനാവി, NK രത്നാകരൻ കുശാൽ നഗർ, LK ഇബ്രാഹിം, 14 അബ്ദുറഹ്മാൻ, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കളനാട്ടെ AB ഇബ്രാഹിം നിര്യാതനായി. പരേതരായ അബ്ബാസ് ഹവ്വ ദമ്പതികളുടെ മകനാണ്. ഭാര്യ മൈമുന, ഷെഫീഖ്, ഷഫാഫ്, ഷമ്മാസ്, ഷബീബ, ഷബീറ, ഷക്കീബ എന്നിവരാണ് മക്കൾ. ഹാരിസ് ചെട്ടുംകുഴി, ആസിഫ് ബേക്കൽ, ജുസൈല ചെങ്കള പാണാർക്കുളം എന്നിവരാണ് മരുമക്കൾ. ഖബറടക്കം കളനാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു.
പെരിയയിൽ മിനി എയർ സ്ട്രിപ്പ് പദ്ധതിക്ക് ചിറകുമുളയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്ഥലമേറ്റെടുത്ത ചെറുവിമാനത്താവള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെയാണ് ജീവൻ വെച്ചത്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ കരുണയുടെ കരങ്ങൾ തേടുന്നു. ഉപ്പള കൈക്കമ്പയിലെ അബ്ദുൽ ഖാദറാണ് വൃക്കകൾ തകരാറിലായി തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ പൂരോത്സവങ്ങൾക്ക് സമാപനമായി. ആക്ഷേപഹാസ്യത്തിന്റെ കൂരമ്പുമായി നീലേശ്വരം ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിൽ പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തി. കാരുണ്യത്തിന്റെ പ്രതീകമായ സായിറാം ഭട്ടിനുള്ള ജന്മനാടിന്റെ ആദരവും എബി കുട്യാനം എഴുതിയ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. മന്ത്രി E ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ ജലനിധി പദ്ധതി സക്രിയമാവുന്നു. കീഴ്മലയിലെ ശുദ്ധജല വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് A ബിദുബാല നാടിന് സമർപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.